ഇന്ന് ഒരു പ്രധാന വിഷയം എല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ച് സംസാരിക്കാനാട്ടോ ഞാനിന്ന്. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ 12ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്ക കുട്ടികൾക്കും ഇന്ത്യയിൽ എവിടെയും പഠിക്കേണ്ട, വിദേശത്ത് പഠിച്ചാൽ മതി എന്നുള്ള ഇതേ ഉള്ളൂ. കേരളത്തിലൊക്കെ എത്ര കോഴ്സുകളുണ്ടെങ്കിലും ഇന്ത്യയിൻ്റെ ഉള്ളിലും എത്ര കോഴ്സുകളുണ്ടെങ്കിലും അവർക്ക് പുറത്ത് പഠിക്കാനാണ് താല്പര്യം. അവരെ കൂട്ടുകാർ പോകണം, അവർക്കും പോകണം. അപ്പം ഇതെന്താണ് കാരണം എന്നുള്ളത് എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു വിദേശ ഡിഗ്രി ഉണ്ടെങ്കിൽ നമുക്ക് ഹൈ പേയിങ് ജോബ്സ് കിട്ടും. വിദേശ ഡിഗ്രി ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും കാനഡ, ഓസ്ട്രേലിയ, ജർമ്മനി, UK, അയർലൻഡ് പോലത്തെ സ്ഥലങ്ങൾ. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പിള്ളേർ വിചാരിക്കുന്നത് അവിടെ പഠിച്ചു കഴിഞ്ഞാൽ വർക്ക് പെർമിറ്റ് കിട്ടും, പിന്നെ പെർമനൻറ്റ് റെസിഡൻസി കിട്ടും, അവിടെ അങ്ങ് ആവാം എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലൊക്കെ ഓരോ എൻട്രൻസുകൾ എഴുതുമ്പോഴും ഹൈലി കോമ്പറ്റീറ്റീവാണ്. അതിൽ ഒന്ന് മുൻനിര, ഇപ്പോൾ IIM അങ്ങനെ IITകളിലൊക്കെ കിട്ടണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്. ഒരു ആവറേജ് സ്റ്റുഡൻറ്റിനൊക്കെ ഭയങ്കര പാടാണ്. ഇത്തിരി മുകളിലോട്ടുള്ള നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടിക്ക് IIM IIT ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ അവർ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് വിചാരിച്ചിരിക്കുന്നത് +2 കഴിഞ്ഞാൽ നേരെ പുറത്തേക്ക് പോവുക. അപ്പോൾ അവിടെ നല്ല ഹൈ ആയിട്ടുള്ള, അത് കഴിഞ്ഞാൽ ഉടനെ നല്ല ഹൈ സാലറി കിട്ടും, പിന്നെ ഇൻ്റർനാഷണൽ എക്സ്പോഷർ കിട്ടും, ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് അറിയാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള ഇംഗ്ലീഷിന് നല്ലൊരു, ലാംഗ്വേജിനൊക്കെ നല്ലൊരിത് കിട്ടും, നല്ല അതൊക്കെ വിചാരിച്ചാണ് കുട്ടികൾ പോണത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ കാണുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ വിദേശ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഈ പ്രായോഗികമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് കിട്ടണം. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റഡി മാത്രമേ ഉള്ളൂ. അവിടെ എന്ന് പറഞ്ഞാൽ ആഴത്തിൽ പഠിച്ച് പ്രാക്ടിക്കൽ കാര്യങ്ങളാണ് കൂടുതൽ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പല കുട്ടികളും പറഞ്ഞ് കേട്ടുവെക്കുക. വേറൊന്നുമല്ല, അവരുടെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ ഡിഗ്രി ഉണ്ടെങ്കിൽ നല്ല ഹൈലി പെയ്ഡ് ജോബ്സ് കിട്ടും. ഇവിടെയൊക്കെ എത്ര വലുതായിട്ട് പഠിച്ചാലും ഇത്രയൊക്കെ കിട്ടുള്ളൂ, അവർക്കറിയാം. പിന്നെ പലരും ഞങ്ങളുടെ മക്കൾ പുറത്ത് വിദേശത്താണ് പഠിക്കണേന്ന് പറയുമ്പോൾ അതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് വിചാരിക്കുന്നത്. അവരവിടെ ആവും, അവർക്ക് നല്ല ജോലി കിട്ടും, ഒരു ഇൻ്റർനാഷണൽ ഡിഗ്രി ഉണ്ട്, പിന്നെ അവർ കല്യാണം കഴിച്ച ഫാമിലിയായിട്ടൊക്കെ അവിടെ സെറ്റിൽഡാന്ന് പറയുമ്പോൾ ഒരു വെയിറ്റ് UK US പറയുമ്പോൾ ഇതൊക്കെയാണ് കാരണങ്ങൾ. ഈ ഫാമിലീസും ഇതിനകത്ത് സപ്പോർട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലൊക്കെ മുഴുവൻ ബംഗാളികളും തമിഴന്മാരും ഒക്കെ തന്നെ ഉള്ളൂ. മിക്ക വീടുകളിലും അച്ഛനും അമ്മയും മാത്രമായിട്ടുള്ള ഒരു സെറ്റപ്പാണ് മിക്കയിടത്തും. +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേർ പോവുക, പിന്നെ അവരെ കാണണമെങ്കിൽ നമ്മൾ പോയി അവിടെ കാണണം. അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു രീതി വന്നിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പണ്ടേ മുതൽ ഒരുപാട് ആൾക്കാരുടെയും ബന്ധുക്കളും ഫ്രണ്ട്സും ഒക്കെ കുറേ പേര് വിദേശത്തുണ്ട്. അവരുടെ സപ്പോർട്ടും ഒക്കെ കിട്ടിയിട്ടാണ് ഇവർ പോകണം. മോനെ, ഇന്ത്യയിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, അതൊരു അണ്ടർ ഡെവലപ്ഡ് കൺട്രി ഇപ്പോഴും. അതുകൊണ്ട് നമുക്ക് എന്തിനാ ഇവിടെ കിടന്നൊക്കെ ഈ നരകിക്കുന്നത്? ഇത് തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്തിനാ ഇങ്ങനെ നരകിക്കുന്നത് ഈ ഇന്ത്യയിലൊക്കെ? നല്ല സുഖമായിട്ട് കാനഡയിലും അവിടെയൊക്കെ മൈനസാണ്, നല്ല കാലാവസ്ഥയെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊന്നും പിള്ളേർ നോക്കണേ ഇല്ല. അങ്ങനത്തെ ഒന്നും പിന്നെ ഫാമിലിയോട് ഭയങ്കര അറ്റാച്ച്ഡ് അല്ല ഇപ്പോഴത്തെ പിള്ളേർ. അവരുടെ ഫ്രണ്ട്സിനോടാണ് അവർ കൂടുതൽ അറ്റാച്ച്ഡ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് പിള്ളേർ പുറത്തേക്ക് പോകണം. അവരെ പിന്നെ കൂട്ടുകാർ പോണതും ഒരു കാരണമാണ്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടത്തേക്കാളും കൂടുതൽ സ്കോളർഷിപ്പൊക്കെ പുറത്തെ യൂണിവേഴ്സിറ്റികളൊക്കെ കൊടുക്കുന്നുണ്ട്, പല യൂണിവേഴ്സിറ്റി. പിന്നെ
നല്ലോണം പഠിക്കുന്ന പിള്ളേർക്കാണെങ്കിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട്. അതൊക്കെയാണ്. പിന്നെ കൂടുതലും അവരുടെ കൂട്ടുകാർ വിദേശത്ത് പഠിക്കുന്നു, അപ്പോൾ എനിക്കും പോകണം എന്നുള്ളതാണ് അവരുടെ ഒരു പ്രധാന കാര്യം. വീട്ടുകാർ പറയുന്നതിലൊന്നും അത്ര. പിന്നെ അവർ കടമൊക്കെ എടുത്ത് എങ്ങനെയെങ്കിലും കുട്ടികളെ പറഞ്ഞയക്കുന്നു, വീട്ടിലെ സാഹചര്യം നോക്കാതെ. മിക്കയിടത്തും അത് തന്നെ നടക്കണം. പക്ഷേ എങ്കിലും ഫാമിലി, നമ്മൾ പാരൻസ് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കിയിട്ട് വേണം ഇത് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു ഇത്. എത്ര ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ എത്ര രൂപയാവും, പിന്നെ അവിടെ താമസിക്കുമ്പോൾ എത്ര രൂപ ചിലവ് വരും, പിന്നെ ആ യൂണിവേഴ്സിറ്റിക്ക് ഡിഗ്രി റെക്കഗ്നിഷനൊക്കെ ഉള്ള യൂണിവേഴ്സിറ്റിയിലാണോ കുട്ടി പഠിക്കാൻ പോണേ, ഇതൊക്കെ അന്വേഷിക്കണം. ഇത്രയും രൂപയൊക്കെ മുടക്കി പിന്നെ റെക്കഗ്നിഷൻ ഇല്ല, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പത്രത്തിൽ നമ്മൾ വായിക്കാറുണ്ട്. പിന്നെ ഈ ഗ്രാജുവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഈ ഡിഗ്രി കൊണ്ട് അവിടെ തന്നെ ജോലി കിട്ടുമോ എന്നുള്ളതും വേണം. വെറുതെ പുറത്തെ ഒരു ഡിഗ്രി ഉണ്ടെന്നും പറഞ്ഞിട്ട് ഒരു കാശിനും കൊള്ളൂല്ലാത്തത് എടുത്തിട്ട് എന്താ കാര്യം? അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇപ്പം എപ്പോഴും മന്ത്രിമാരും പല ആൾക്കാരും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, നമ്മുടെ പിള്ളേരെയൊക്കെ വിദേശത്ത് പോകാതെ ഇവിടെ പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള പല ടെക്നിക്കുകളും നമ്മുടെ ഗവൺമെൻറ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ ഇവിടെ ഒരു ഡിഗ്രി പഠിക്കുക, ഫോറിൻ യൂണിവേഴ്സിറ്റിയായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ, ഇപ്പം 4 വർഷത്തെ കോഴ്സാണല്ലോ ഇപ്പം ഡിഗ്രി എന്ന് പറയുന്നത്. 2 വർഷം ഇവിടുത്തെ കാര്യം സബ്ജക്ട്സ് ഇത് പഠിക്കും, ബാക്കി 2 വർഷത്തെ വിദേശ യൂണിവേഴ്സിറ്റിയായിട്ട് കൊളാബറേറ്റ് ചെയ്ത്, എന്നാലെങ്കിലും പിള്ളേർ ഇവിടെ ഇരിക്കട്ടെ എന്നുള്ളതാണ്, കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഇരിക്കട്ടെ എന്നുള്ളതാണ് വിചാരിക്കണേ. പക്ഷെ എന്നിരുന്നാൽ തന്നെയും പിള്ളേർക്ക് +2 കഴിഞ്ഞാൽ വിദേശത്തേക്ക് പോകണം. പാരൻസ് എൻ്റെ പൈസ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് അവിടെ സെറ്റിൽഡായാൽ മതി. പിന്നെ അവിടെയുള്ള ഒരാളെ കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ ഒപ്പമുള്ള പിള്ളേരെ കല്യാണം കഴിക്കുക, അങ്ങനെയൊക്കെയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇത്രയും പറയാം. ഇതൊരു മേജർ ഇഷ്യൂ ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ചിന്തിക്കുക. അപ്പോൾ